ബി പോസിറ്റീവ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ചില ഘടകങ്ങൾ, ചില പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊക്കെയാണല്ലോ നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചില ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങൾ നമ്മളെ എപ്രകാരം ബാധിക്കുന്നു, നമ്മളിൽ ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ അതുണ്ടാക്കുന്നു, അതിനെ നമുക്ക് എപ്രകാരം കൈകാര്യം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഏത് ദോഷങ്ങളാണ് നമുക്കത് മുഖാന്തരം ഉണ്ടാകുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ചർച്ചയിൽ ഉൾക്കൊള്ളിപ്പാനായി നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുവാനായി നമ്മുടെ മധ്യേ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആലുവയിൽ പ്രവർത്തിക്കുന്ന സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സേവ്യർ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ സേവ്യറിനെ പ്രത്യേകിച്ച് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാക്കനാട് കുസുമഗിരി ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ രാജൻ മത്തായി നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ രാജൻ മത്തായിയെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യും. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുവാനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം മാർത്തോമ കോളേജ് ഓഫ് കൗൺസിലിങ്ങിലെ വിദ്യാർത്ഥികളാണ്. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഏവരെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികൾ നമുക്കുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, ദുരന്തങ്ങളുണ്ടാകാം. ഏതെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ പോയി ഒരു കൗൺസിലറെയോ ഡോക്ടറെയോ കാണേണ്ട ആവശ്യമില്ല. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ളവരായിട്ടാണ്. സാധാരണ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ നമുക്കതിനെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കും. അത് ദൈവം തന്നിട്ടുള്ളൊരു കഴിവാണ്. എന്നാൽ ചിലപ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, ചില പ്രതിസന്ധികൾ ഉണ്ടാകും. അത് നനച്ചിരിക്കാത്ത നാഴികയിൽ അതൊരു ക്രൈസിസ് സിറ്റുവേഷൻ, വലിയൊരു പ്രതിസന്ധി എന്ന് നമുക്കതിനെ പറയാം. അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നമുക്ക് സ്വയം അത് പരിഹരിപ്പാൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റ് ഉള്ളവരിൽ നിന്ന് ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടോ അതൊക്കെ ടാപ്പ് ചെയ്യുവാനും അവയൊക്കെ ഉപയോഗിച്ച് അതിനെ പരിഹരിപ്പാനും നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ സ്വന്തം കഴിവിൽ മാത്രം ഊന്നാതെ മറ്റുള്ളവരുടെ സഹായത്തോടുകൂടെ ചിലപ്പോൾ നമുക്ക് ഈ ക്രൈസിസ് ഒക്കെ പരിഹരിപ്പാനായിട്ട് സാധിച്ചു എന്ന് വരാം. പ്രശ്നം പരിഹരിപ്പാനുള്ള എൻ്റെ കഴിവ് എപ്പോൾ നഷ്ടമായി എന്ന് തോന്നുന്നോ അപ്പോഴാണ് നമുക്ക് അതൊരു പ്രതിസന്ധിയായിട്ട് മാറുന്നത്, ഒരു ക്രൈസിസ് ആയിട്ട് മാറുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ സഹായത്തോടെ ഇതിനെ പരിഹരിപ്പാൻ സാധിക്കും എന്ന് വരുമ്പോൾ അതൊരു ക്രൈസിസ് അല്ല, പിന്നെ ഒരു പ്രതിസന്ധി അല്ല, അതിനെ നമ്മൾ തരണം ചെയ്ത് കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നതല്ല. നനച്ചിരിക്കാത്ത നാഴികയിലായിരിക്കും ചിലപ്പോൾ അത് സംഭവിക്കുന്നത്. വളരെ സഡനായിട്ടായിരിക്കും ചിലപ്പോൾ അത് സംഭവിക്കുന്നത്. അത് നേരിടുവാനായിട്ടുള്ള മാനസിക ഒരുക്കം നമുക്ക് ഇല്ല. കാരണം ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. അതുകൊണ്ട് അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങളാണ് ട്രോമ എന്ന് നമ്മൾ പറയുന്നത്. വല്ലാത്ത ദുരന്തങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റ്, ഇതൊരു ദുരന്തമായിട്ടൊരു ട്രോമ ആയിട്ട് മാറാം. നമ്മുടെ പ്രിയപ്പെട്ടവർ പെട്ടെന്ന് നമ്മളിൽ നിന്ന് മരണം വഴിയായി വേർപെടുന്നത്, ഇത് നമുക്കൊരു ദുരന്തമുണ്ടാക്കാം. സാമ്പത്തികമായി പെട്ടെന്നുണ്ടാകുന്ന ചില തകർച്ചകൾ, ഇതൊരു ട്രോമ ആയിട്ട് മാറാം. ബിസിനസ്സിലുണ്ടാകുന്ന പരാജയം, ഇതൊരു ട്രോമ ആകാം. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തോൽവികൾ, ഇതൊരു ട്രോമ ആകാം. നനച്ചിരിക്കാത്ത നാഴികയിൽ പ്രകൃതിയിലുണ്ടാകുന്ന ചില ദുരന്തങ്ങൾ, ഇതൊരു ട്രോമ ആയിട്ട് മാറാം.
സുനാമി, കൊടുങ്കാറ്റ്, അതിവൃഷ്ടി, വെള്ളപ്പൊക്കം, ഇതൊക്കെ ഓരോ ട്രോമ ആയിട്ട് മാറുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്നും മനുഷ്യരിൽ നിന്നും മനുഷ്യർ മുഖാന്തരവും ഒരു ട്രോമ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ചില യുദ്ധങ്ങൾ, അല്ലെങ്കിൽ വരിയിൽ റേഷ്യലായിട്ടുണ്ടാകുന്ന ചില വിപ്ലവങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ട്രോമ ആയിട്ട് മാറാം. അപ്പോൾ പ്രകൃതിയിലൂടെയും മനുഷ്യരിലൂടെയും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവങ്ങളിലൂടെയും ഒക്കെ ഈ ട്രോമ നമുക്കുണ്ടാകാം. അങ്ങനെ ട്രോമ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം ആകപ്പാടെ അങ്ങ് തകർന്നു പോകും. നമ്മുടെ ജീവിതം ആകപ്പാടെ ഉലഞ്ഞു പോകും. അതിനെ നേരിടുവാൻ നമ്മൾ കെൽപ്പുള്ളവരായിട്ട് സാധാരണഗതിയിൽ തീരത്തില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കൗൺസിലിംഗ് വിദ്യാർത്ഥികളൊക്കെ ആണല്ലോ. ഇതുപോലെയുള്ള ട്രോമ, വലിയ പ്രതിസന്ധികൾ, ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ചിലപ്പോൾ നിങ്ങളുടെ അടുക്കലൊക്കെ കൗൺസിലിങ്ങിനൊക്കെ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. എന്ത് പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ എന്നാ പറഞ്ഞു, ഒന്ന് പറഞ്ഞാട്ടെ അതിനെക്കുറിച്ച്. ഒരു സ്ത്രീക്ക് പിതാവ് മരിച്ചു പോയതിന് ശേഷം മരണഭവനങ്ങളിൽ പോകാനായിട്ട് വിസമ്മതിക്കുന്നു. മരണഭവനത്തിൽ ഇനിയും വളരെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോയാൽ പോലും അവിടെ ചെന്നാൽ മൃതദേഹത്തെ മുഖത്തോട് നോക്കാനായിട്ട് മടിക്കും. അവിടെ പോയി വെറുതെ നിന്നുകൊടുത്തേച്ച് മടങ്ങിപ്പോരുന്ന രീതിയാണ് അവർക്കുള്ളത്. അതായത് നേരിടുവാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തെ ഒഴിഞ്ഞു മാറാനുള്ള ഒരു ടെൻഡൻസി സാധാരണ ഇങ്ങനെയുള്ള കേസുകളിൽ കാണുന്നുണ്ട്. ഈ ഡോക്ടറെ, ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഒഴിഞ്ഞു മാറാനുള്ള ഒരു അവോയ്ഡൻസ് തന്ത്രം നമ്മുടെ മനസ്സ് സാധാരണഗതിയിൽ ഒരുക്കാറുണ്ടല്ലോ. ഈ ട്രോമയിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അവോയ്ഡൻസ് തന്ത്രങ്ങൾ ഉള്ളതായിട്ടൊന്ന് പറയാമോ? പലപ്പോഴും ഇത് പറഞ്ഞ പോലെ നമ്മളുടെ ആ സിറ്റുവേഷൻ ഏതാണോ, അല്ലെങ്കിൽ അതൊരു ട്രിഗർ ഫാക്ടറായിട്ട് നമുക്ക് വീണ്ടും ആ ഓർമ്മകൾ വരുന്നുണ്ടോ, അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ശ്രമിക്കാറുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ വീടുകളിൽ ചെല്ലാനോ അല്ലെങ്കിൽ ആ മൃതദേഹം കാണാനോ ഉള്ള ആ സിറ്റുവേഷൻ എപ്പോഴും മാറി നിൽക്കാൻ തോന്നുന്നു അവർക്ക്. ഈ ഡോക്ടർ രാജൻ, ഇതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വരാതിരിക്കാനായിട്ട് എൻ്റെ മനസ്സ് ചില തന്ത്രങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അത് ഒന്ന് വ്യക്തമാക്കാവോ? ഞാനിത് ഓർക്കുന്നതാണല്ലോ എനിക്ക് പ്രശ്നം. ഓർക്കാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഓർമ്മകളെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ എനിക്ക് എന്നാ ചെയ്യാൻ സാധിക്കും? എൻ്റെ മനസ്സ് അതിനുള്ള തന്ത്രങ്ങൾ മെനയുന്ന ഏത് രീതിയിലാണ്? അച്ഛൻ ചോദിച്ചതിന് പറയുകയാണെങ്കിൽ, നമ്മളെ ബോധപൂർവമായൊരു ശ്രമം നടത്തിയിട്ടല്ല പലപ്പോഴും ഇത് നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിൻ്റെ ഒരു പ്രത്യേക കഴിവാണ് നമ്മൾ അബോധ മനസ്സെന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗത്തിലേക്ക് താൽക്കാലികമായിട്ട് മറന്ന് പോകുന്ന ഒരു പ്രതിഭാസം. നമ്മളതിനെ ചില പേരുകളിലൊക്കെ ഇപ്പോൾ ഇരട്ട വ്യക്തിത്വം എന്നൊക്കെ നമ്മൾ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഫ്യൂഗ് എന്നൊക്കെ പറയുന്ന ചില അവസ്ഥകൾ. ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഓർക്കണ്ടാത്ത സംഗതികളെ മറക്കാനായിട്ടുള്ള ഒരു അനുഭവമാണോ? മനസ്സിൻ്റെ ഒരു ടെക്നിക്കാണ്. പക്ഷെ നമ്മൾ ബോധപൂർവമായിട്ടല്ല അത് മാറുന്നതെന്ന് നമ്മുടെ പഴയ ചില അനുഭവത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ മനസ്സ് മെനഞ്ഞെടുക്കുന്ന ഒരു നാച്ചുറലായിട്ടുള്ള ഒരു മെക്കാനിക്സാണ്. ഒരു പരിധിവരെ നമുക്കിത് ഒരു സേഫ്റ്റി മെക്കാനിസം പോലെ വർക്ക് ചെയ്യും. പക്ഷെ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഒരു ഡിസോർഡറിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയും യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. അപ്പം ഇത് ഓർക്കാതിരിക്കാൻ നമ്മുടെ മനസ്സ് നിവൃത്തിയുള്ളിടത്തോളം ചില തന്ത്രങ്ങൾ മെനയും. അതിലൊരു കാര്യമാണ് ഡോക്ടർ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ ചില വ്യതിയാനങ്ങൾ വരും. ചിലപ്പോൾ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയുടെ ഒരു രൂപം നമ്മളിൽ വന്നു എന്ന് വരാം. കാരണം ഒരു പേഴ്സണാലിറ്റിക്ക് ഓർത്താൽ മതിയല്ലോ, മറ്റൊരു പേഴ്സണാലിറ്റി നമ്മൾ നിന്നാൽ ഇത് ഓർക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. അങ്ങനെ ഒരു തന്ത്രം. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഈ ഓർമ്മ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ചില അനുഭവങ്ങൾ കണ്ടിട്ടില്ലേ? പെട്ടെന്നുണ്ടാകുന്ന മറവി, മെമ്മറി ലോസ്. ഈ മെമ്മറി, അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഈ ഓർമ്മ അങ്ങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മുടെ മനസ്സ് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ഓർമ്മക്കുറവ് നമുക്ക് തന്നു എന്ന് വരാം. നമ്മുടെ മനസ്സിലൊരു വലിയ വോള് അവിടെ ഇങ്ങനെ കെട്ടിയിട്ട് ഇതിൻ്റെ ഓർമ്മ ഉള്ളിലോട്ട് വരാതിരിക്കാൻ തക്കവണ്ണം വലിയൊരു ഭിത്തി കെട്ടി നമ്മുടെ മനസ്സിനെ ചിലപ്പോൾ അങ്ങ് തടഞ്ഞു എന്ന് വരാം. അപ്പോൾ പിന്നെ ഇതിനെ ഓർക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒന്നുകിൽ നമ്മുടെ ഭാവങ്ങളിൽ മാറ്റമുണ്ടാകും, അല്ലെന്ന് വരികിൽ നമ്മുടെ ഓർമ്മയിൽ നമുക്ക് മാറ്റമുണ്ടാകും,
അല്ലെന്ന് വരികിൽ നമ്മുടെ മനസ്സിൽ തന്നെ വോള് കെട്ടി ഈ ഓർമ്മകൾ വരാതിരിക്കാനായിട്ട് ശ്രമിക്കും. ഈ ഓർമ്മ അഥവാ നമ്മുടെ മനസ്സിലോട്ട് വന്നാൽ എന്നാ കുഴപ്പം എന്നാ? പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ വേദന അല്ലെങ്കിൽ വരുന്നതായ ഒരു സാഹചര്യമാണല്ലോ വരുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഇതിൽ നിന്നൊക്കെ വിഡ്രോയൽ സിംറ്റം പോലെയും പല സാഹചര്യങ്ങൾ കാണാറുണ്ട്. ഇതിനെ ഓർപ്പിക്കുകയേ വേണ്ട, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് വരികേണ്ട. എന്നെ ഈ കാര്യം ഓർപ്പിക്കുകയേ വേണ്ട, ഓർത്തെങ്കിലല്ല പ്രശ്നമുള്ളൂ. ഇത് ഓർക്കാൻ നമ്മൾ ശ്രമിക്കാതെ ഇത് മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി വയ്ക്കുകയാണെന്ന് വെച്ചു. ഇങ്ങനെ ഒതുക്കി വയ്ക്കുന്നതായുള്ള ഈ സംഗതികൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുമോ? കുറച്ച് നാളത്തേക്ക് അത് സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് നാളത്ത് വേണമെങ്കിൽ നമുക്കത് സപ്രസ് ചെയ്യാം. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ കൂടെ പ്രവൃത്തിയിലൂടെ, ഉദാഹരണം ഉറക്കമില്ലായ്മ വരിക, അല്ലെങ്കിൽ ഓവർ ഒരു വിജിലൻസ് ആയിരിക്കാൻ, അല്ലെങ്കിൽ സിമിലർ ഇതുപോലുള്ള അനുഭവങ്ങൾ നടന്നിട്ടുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്താ ഒരു എസ്കേപ്പിസം പോലെ ഒരു, അതായത് ഇത് ഒതുക്കി വെച്ചാൽ അത് അവിടെ ഇരിക്കത്തില്ല. ഡോക്ടർ, ഇത് ഒരു സൈക്കോസൊമാറ്റിക് സിംറ്റമായിട്ട് വല്ലതും പിന്നെ വെളിയിൽ വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും വരാം. ഇതൊക്കെ ഇപ്പം നേരത്തെ പറഞ്ഞത് ഒരു തരം നമ്മൾ അതിനോട് ഫോബിയ എന്ന് പറയും. അകാരണമായിട്ടുള്ള ഒരു ഭയം നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്. അത് നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി നിത്യജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെ പ്രോബ്ലമായിട്ട് വരും. അല്ല, സാധാരണ പറയുന്നത് ഇങ്ങനത്തെ എല്ലാ ഫീലിങ്സ് നമുക്ക് സപ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനോട് കൂടിയുള്ള എനർജി നമുക്ക് സപ്രസ്ഡ് ആവില്ല. ദാറ്റ് വിൽ കം ഔട്ട് ആസ് ഇൽനെസ്സസ്, സിംറ്റംസ് ആയിട്ട് പുറത്തോട്ട് വരുന്നത്. നമ്മളുടെ ആ ഫീലിങ്സ് മാത്രമേ നമുക്ക് സപ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതിൻ്റെ എനർജി സപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് വെളിയിൽ വരുന്നത്. ആങ്സൈറ്റി ആയിട്ടായിരിക്കാം, ഡിപ്രഷനായിട്ടായിരിക്കാം, ഫോബിയ ആയിട്ടായിരിക്കാം, പല അവോയ്ഡൻസ് ബിഹേവിയറൊക്കെ ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് അസുഖമായിട്ട് തിരിയുന്നത്. ഇത് പല രൂപത്തിലും ഭാവത്തിലും ഇത് വെളിയിലേക്ക് വരും. അപ്പം ഇത് ഓർക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് തൽക്കാലത്തേക്ക് ഒരു ശാന്തത നമുക്ക് തരും. എന്നാൽ ഇൻ ദ ലോങ് റൺ ഇത് വളരെ കാലം കഴിയുന്നുടനെ അതൊരു പ്രയോജനമുള്ളൊരു മെത്തേഡായിട്ടല്ല വരുന്നത്. അത് നമ്മളെ പല രീതിയിൽ രോഗികളാക്കി മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അപ്പോൾ തൽക്കാലം ഇത് നമുക്ക് രക്ഷപ്പെടാം, എന്നാൽ കൂടുതൽ അങ്ങോട്ട് പോകുമ്പോൾ രക്ഷപ്പെടാനായിട്ട് ഒക്കുകയില്ല. അത് പല രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കും. ഡോക്ടറെ, ഇത് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ദുരന്തം, ട്രോമ, ഒരു ഡിസോർഡറായിട്ട് ചിലപ്പോൾ മാറുമെന്ന് പറഞ്ഞു. എന്തിനാ ഇതിനെ ഒരു ഡിസോർഡർ എന്ന് പറയുന്നത്? പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്നാ? പലപ്പോഴും ചെറിയ തോതിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. പക്ഷേ മെജോറിറ്റി ആൾക്കാർക്കും അത് പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ അതേ സിറ്റുവേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മകളോ വരുന്ന സമയത്ത് അന്ന് അനുഭവിച്ച അതേ പ്രശ്നങ്ങൾ, ആങ്സൈറ്റി ആയിരിക്കാം, ടെൻഷൻ ആയിരിക്കാം, എല്ലാം ഈ സമയത്തും ഉണ്ടാകാം. അത് വളരെ സിവിയറായിട്ട് വരികയാണെങ്കിൽ അതൊരു ഡിസോർഡറായിട്ട് വരുന്നുണ്ട്. അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നത്. ഡോക്ടർ രാജൻ, ഇത് നമ്മുടെ ജീവിതത്തെ ഏതെങ്കിലും നോർമൽ ലൈഫിനെ ഇമ്പയർഡ് ആക്കുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ സാധാരണ ഉണ്ടാകാറുണ്ടോ? ഇതൊരു ഡിസോർഡർ എന്ന് പറയണമെങ്കിൽ നമ്മുടെ നോർമൽ ജീവിതത്തെ ഇത് ബാധിക്കണമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞത് തന്നെ, നമ്മളെ നീണ്ടു പോകുമ്പോൾ ഇത് നിത്യജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലെയും ബാധിക്കും. ഇപ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ മരിച്ച വീട്ടിൽ പോകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ ലൈഫിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ബാധിക്കുന്നു. ഇത് മരിച്ച വീട്ടിൽ പോകാൻ പറ്റാത്ത വിഷമം വരും. പിറ്റേ ദിവസം പത്രം എടുത്തിട്ട് മരിച്ച വാർത്ത വായിക്കാനുള്ള വിഷമം വരും. ഇതിങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ പിന്നെ സ്വന്തമായിട്ട് തന്നെ മരണഭയം, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോഴേ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ പല സംഗതികളും ഇതൊന്നും മറ്റേതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും നേരത്തെ പറഞ്ഞ മാതിരി ഓർമ്മക്കുറവുകൾ വരാം, ചെയ്യുന്ന ജോലിയിലെ കോൺസെൻട്രേഷൻ കിട്ടാതെ വരാം. ഇതിനകത്തോട്ടുള്ള ഒരു ഒബ്സഷൻ, ഇപ്പം മരണം തന്നെ എന്ന് പറയുന്ന മരണം ഒരു എക്സാമ്പിളായിട്ട് എടുത്തുകൊണ്ട് നിത്യജീവിതത്തിൻ്റെ എല്ലാത്തിലും നമ്മളെ ചിന്തിക്കുന്നതും ഇതുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മളെല്ലാവരും പറയും ഉറപ്പുള്ളൊരു കാര്യമാണ്, ആകെയുള്ള ഉറപ്പുള്ളൊരു കാര്യം മരണമാണെന്ന് പറഞ്ഞാൽ പോലും ഇത് വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് പേരെ ഇതിനെക്കുറിച്ച് വിഷമിച്ചു വരുന്ന ആളുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കും. ശാരീരികമായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ബാധിക്കാം. മാനസികമായിട്ടെന്ന് പറയുമ്പോൾ ഔദ്യോഗിക തലത്തിലും വീട്ടിലെ കാര്യങ്ങളിലും ഒക്കെ ഇത് തീർച്ചയായിട്ടും, അതായത് നോർമൽ ലൈഫിൻ്റെ താളം തെറ്റിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ ഇതൊരു ഡിസോർഡറാണ്. അതുകൊണ്ടാണ് ഇതിനെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പോൾ ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ വിവിധ രീതിയിൽ ബാധിക്കാം. ചിലർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് വരാം. ചിലർ ഉറക്കത്തിൽ പല സ്വപ്നങ്ങൾ കണ്ട്
ചാടി എഴുന്നേറ്റു എന്ന് വരാം. ചിലർ ഹൈപ്പർ വിജിലൻ്റ് ആകും. ഒരു നിസ്സാര സംഗതി വന്നാൽ മതി, പെട്ടെന്ന് അവർ അപ്സെറ്റ് ആകും, വല്ലാതെ അത് അസ്വസ്ഥരായിട്ട് മാറും. ചിലർ വളരെ ഹൈ ആയിട്ടുള്ള ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യും. ചിലർ ഒരുപാട് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അപ്പം ഇതെല്ലാം അവരുടെ നോർമൽ ലൈഫിനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബാധിപ്പാനായിട്ട് ഇടയായിട്ട് തീരും. അടാ, ഇദ്ദേഹം എന്താ ചോദിക്കാൻ പോകേണ്ടത് ചോദിച്ചാൽ. എനിക്ക് ചോദിക്കാനുള്ളത്, ആ. ഇത് എല്ലാ പ്രായക്കാരിലും ആ. പ്രത്യേകിച്ച് സ്ത്രീകളിലും കുട്ടികളിലുമൊക്കെ ഇത് ബാധിക്കുന്നത് ഒരേപോലെ ആയിരിക്കും, അതോ അതിന് വ്യത്യാസങ്ങളുണ്ടോ എന്നറിയാൻ. അത് നമ്മുടെ ഡോക്ടർമാർ പ്രധാനമായിട്ടും ഒരു ഉത്തരം പറയുന്നതാണ്. ഡോക്ടർ സേവിയർ. തീർച്ചയായിട്ടും ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഇത് വരാം. സാധാരണ നമ്മളിപ്പോൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു മിഡിൽ ഏജ് കഴിഞ്ഞവർക്ക് എന്തെങ്കിലും ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, അവർക്ക് അതിനുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്ത് വീട്ടിൽ വന്നാലും നിസാരം എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞത് ദിവസം ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നത്. ചെറിയൊരു പ്രയാസം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഹാർട്ട് അറ്റാക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഉടനെ ഹോസ്പിറ്റലിലോട്ട് പോകണം. അങ്ങനെ മിക്ക ദിവസങ്ങളും പല പ്രാവശ്യം പോകേണ്ടി വരാറുണ്ട്. അത് തന്നെ ഒരു ഈ അസുഖത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ഏത് ഗ്രൂപ്പിലുള്ളവർക്കും വരാം, കുട്ടികളിലും വരാം, വലിയവരിലും വരാം. സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ മുതിർന്നവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇത് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എന്തോ ചോദിക്കാൻ പോവാണ്. എനിക്കൊരു ചോദ്യമുള്ളത്, ഇത് എല്ലാവർക്കും ബാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഒരു സ്ട്രോങ് വ്യക്തിത്വത്തിന്റെ ഉടമയ്ക്ക് ഇത് ബാധിക്കുമോ? ബാധിച്ചാൽ അതിനെ ഓപ്സെറ്റ് ചെയ്യാനുള്ള കഴിവ് ആ വ്യക്തിത്വത്തിന് ഇല്ലയോ? നല്ലൊരു ചോദ്യമാണ്. ഒരു ട്രോമ ഉണ്ടായാൽ അവിടെ 10 പേരുണ്ടെങ്കിൽ 10 പേർക്ക് ഒരുപോലെയല്ല ഇത് ബാധിക്കുന്നത്. ചില ആൾക്കാർക്ക് ഇത് ഡിസോർഡറായിട്ട് മാറിയെന്ന് വരാം, മറ്റു ചിലർക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് വരത്തില്ല. കാരണം പലതാണ്. ഒന്ന്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത, ഇതിനെ നേരിടുവാനായിട്ടുള്ള നമ്മുടെ കെൽപ്പ്. ചില ആളുകൾക്ക് ഒരു റിലീജിയസ് റിസോഴ്സ് ഇതിനെ ഫേസ് ചെയ്യുവാനും സ്ട്രെങ്തൻ ചെയ്യുവാനും അവർക്ക് സഹായകരമായിട്ട് മാറും. അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ ആ കാഠിന്യം കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട്, അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ചില സ്ട്രെങ്ത് കൊണ്ട്, അതുപോലെ സോഷ്യൽ സപ്പോർട്ട് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ഫെലോഷിപ്പ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയാനും കൂടാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരെയും എല്ലാം ഒരുപോലെ ബാധിക്കുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. അതെ, ഇങ്ങനെ ബാധിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ ഡോക്ടർ ഇടയ്ക്ക് ഒരു വാക്ക് ഉപയോഗിച്ചു, ട്രിഗർ എന്ന് പറഞ്ഞൊരു വാക്ക്. ഇത് പോട്ടെ, ഇനി ഓർക്കുകയേ വേണ്ട, അങ്ങ് മറന്നേക്കാം എന്നും കണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ട്രിഗർ ഉണ്ടായത്. ഈ സുനാമി വന്ന സമയത്ത്, ഈ സുനാമി വന്ന മേഖലയിൽ ഞാൻ കൗൺസിലിങ്ങിനൊന്ന് പോയിരുന്നു, അതിൻ്റെ വിക്ടിംസിനെ ഒന്ന് കൗൺസിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അവർ പറഞ്ഞ ഒരു സംഗതി, ഇപ്പം ഞങ്ങൾക്ക് ഉറങ്ങാൻ ഒക്കുന്നില്ല. എന്താ കാരണം? ഈ ചെറിയൊരു കാറ്റടിച്ച് കടലിൽ ഒരു ചെറിയ ഇരമ്പലുണ്ടായാൽ മതി, പെട്ടെന്ന് ഞെട്ടി ഉണരും, ഏതാണ്ട് അത്യാഹിതം സംഭവിക്കാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ ഈ ചെറിയ ഒരു കാറ്റ് ഒരു ട്രിഗറായിട്ട് അവിടെ മാറുകയാണ്. ഒരു ചെറിയ ഇരമ്പൽ ഒരു ട്രിഗറായിട്ട് മാറുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സെപ്റ്റംബർ 11 സംഭവിച്ച ഒരു വലിയ ദുരന്തം, എല്ലാ വർഷവും സെപ്റ്റംബർ 11 ആകുന്ന ഉടനെ അതിൻ്റെ ഒരു ഞെട്ടൽ എല്ലാവരിലും ഉണ്ടാകും. ഒരു ട്രിഗറാണ്, ആ ഡേറ്റ് എന്ന് പറയുന്ന ഒരു ട്രിഗറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡേറ്റ് അല്ലെ വ്യക്തികൾ, അവരുടെ ഡ്രസ്സുകൾ, അല്ലെന്ന് വരികിൽ ചില അനുഭവങ്ങൾ, സംഭവങ്ങൾ, കാറ്റുകൾ, ഇരമ്പലുകൾ, ഇതൊക്കെ ട്രിഗറായിട്ട് മാറാം. ഇങ്ങനെ ട്രിഗർ ആകുന്ന സമയത്ത് വേണ്ട, മറന്നോട്ടെ എന്ന് പറഞ്ഞ് ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ഓർമ്മകളൊക്കെ പെട്ടെന്ന് ചാടി വെളിയിലേക്ക് വരും. ഈ ഓർമ്മകളൊക്കെ പെട്ടെന്ന് ചാടി വെളിയിലേക്ക് വരുന്ന സമയത്ത് ഡോക്ടർ രാജൻ, ഇത് ആ സമയത്ത് ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഈ ആളുകൾക്ക് ഇത് നേരിടുക. ഒതുക്കി വെച്ചതെല്ലാം കൂടെ വെളിയിലേക്ക് ചാടി വരികയല്ലേ. അവരെ ഏത് അനുഭവത്തിലായിരിക്കും അത് സാധാരണ കൊണ്ട് എത്തിക്കുന്നത്? അച്ഛൻ ചോദിച്ചതിന്, എല്ലാ വ്യക്തികൾക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുക. അവരുടെ റെസിലിയൻസ് എന്നൊക്കെ നമ്മൾ പറയും, ഒരു പ്രശ്നം നേരിടാനുള്ള കഴിവ്, ഇത് ചെറുപ്പത്തിലുണ്ടായി വരുന്നതാകാം, അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ വീട്ടിലെ അച്ഛൻ മരിച്ചു, എല്ലാ മക്കൾക്കും ഒരുപോലെ ബോധക്കേടുണ്ടാകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലർക്ക് അതിനുള്ള ആ ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ്, പ്രത്യേക ശാരീരികവും മാനസികമായിട്ടുള്ള കഴിവുകൾ ഉണ്ട്.
ഈ പെട്ടെന്ന് ഈ ഓർമ്മകൾ ഈ ട്രിഗർ മുഖാന്തരം മനസ്സിലേക്ക് വന്നാൽ അത് ഇയാളിനെ ബ്രേക്ക് ചെയ്യാൻ തക്കൊണ്ട് ഇടയാകുമോ ചിലപ്പോൾ? ചില കേസുകളിൽ എക്സ്ട്രീം ബ്രേക്ക് ഡൗണിലോട്ട് പോകാം. എക്സ്ട്രീം അപ്പോഴാണ് തീർച്ചയായിട്ടും മെഡിക്കൽ ഇന്റർവെൻഷൻ നമുക്ക് വേണ്ടി വരുന്ന ഒരു അവസരത്തിലേക്ക് പോകാം. ചിലരെ കുറച്ചുകൂടെ ലോങ് ടൈമിലായിരിക്കും ഇതിൻ്റെ ഇഫക്റ്റ്. അത് എന്ത് തരത്തിലുള്ള പ്രശ്നമാണ് എന്നുള്ള അപേക്ഷിച്ചിരിക്കും. ഒരു വലിയ കലാമിറ്റി ഉണ്ടാകുന്നതും പേഴ്സണൽ ട്രാജഡീസ് ഉണ്ടാകുന്നതൊക്കെ തമ്മിൽ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന കാര്യം എന്തു തന്നെയായിരുന്നാലും അത് പെട്ടെന്ന് മനസ്സിന്റെ ഉള്ളിലേക്ക് വീണ്ടും വരുമ്പോൾ ചിലപ്പോൾ അത് നമ്മളെ ഒരു ബ്രേക്കിംഗ് പോയിന്റിലേക്ക് എത്തിച്ചു എന്ന് വരാമെന്നാ പറഞ്ഞേ. എന്താ ചോദിച്ചാട്ടെ? സംശയം. ഈ ട്രിഗറുമായി ബന്ധപ്പെട്ട് എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ഫാദർ ഒരു ആക്സിഡന്റിൽ മരിച്ചു. ഈ ആക്സിഡന്റിൽ മരിച്ച ഒരു ട്രാജഡി എന്ന് പറയുന്നത് ഈ കുട്ടി ജനിച്ച സമയവും ആ ദിവസവും ഏതാണ്ട് ഒരേ ലെവലിലാണ് ഈ കുട്ടിയുടെ ഫാദർ മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഈ കൊച്ചിന്റെ ബർത്ത്ഡേ വരുന്ന സമയത്ത് ഒരാഴ്ച മുമ്പും ഒരാഴ്ച അതിനുശേഷവും ഈ കുട്ടിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല. വീട്ടിൽ ഭയങ്കരമായ പ്രശ്നമുണ്ടാക്കുന്നു. അതങ്ങ് ഓർക്കാൻ കൂടിയ ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ട്രിഗർ ആയിട്ട് മാറുക. അതൊരു മെഡിസിൻ എടുക്കേണ്ട ഒരു ഇതാണോ? അതിലേക്ക് നമുക്ക് വരാം. ഇതിനെ എന്തോ ചെയ്യാൻ ഒക്കോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ ഏതായാലും ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ തൽക്കാലത്തേക്ക് നമുക്കൊരു ഡിഫൻസ് എന്നുള്ള രീതിയിൽ ഇത് മനസ്സിൽ ഒതുക്കാനായിട്ടുള്ള ഒരു തന്ത്രം പല രീതിയിലുണ്ടാകും. എന്നാൽ അങ്ങനെ ഒതുക്കി വെക്കുന്നത് ഇതിനൊരു പരിഹാരമല്ല. പിന്നെ എന്താ ഇതിന് പരിഹാരം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ഏത് രീതിയിൽ ഈ ട്രോമാറ്റിക് ഡിസോർഡർ അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നോക്കാം. ഒരു കൗൺസിലേഴ്സ് എന്നുള്ള നിലയിൽ ആദ്യമേ ഒരു കൗൺസിലിംഗ് പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ട് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് ആദ്യം ചിന്തിച്ച് തുടങ്ങാം. അത് കഴിഞ്ഞ് നമുക്ക് ഡോക്ടേഴ്സിലോട്ട് നമുക്ക് പോകാം. ഈ കൗൺസിലിങ്ങിൽ സാധാരണ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു സംഗതിയാണല്ലോ, നമ്മൾ ഏതിനെ ഭയക്കുന്നോ ആ ഭയക്കുന്നതിനെ ഫേസ് ചെയ്യുമ്പോഴാണ് ആ ഭയം മാറുന്നത്. എന്നാൽ ഈ ഭയപ്പെട്ടതിനെ ഫേസ് ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടല്ലയോ ഇവർ ഈ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇത് ഒതുക്കി വയ്ക്കുന്നത്. അങ്ങനെ ഒതുക്കി വയ്ക്കുന്നതിനെ ഭയം കൂടാതെ ഫേസ് ചെയ്യുവാൻ തക്കവണ്ണമാണ് കൗൺസിലിങ്ങിൽ നമ്മൾ സഹായിക്കുന്നത്. അതിൻ്റെ ഒരു സഹായം എന്ന് പറയുന്നതാണ് റീൽ ലിവിങ് എന്ന് പറയുന്നത്. റീൽ ലിവിങ്, അതായത് ഇതുവരെ ഇവരുടെ ജീവിതത്തിലുണ്ടായ ആ ട്രോമയുടെ അനുഭവം വീണ്ടും ഇവരുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ഓർമ്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നേരിടാൻ അവർ കെൽപ്പുള്ളവരല്ല. അതിനാണ് നിങ്ങളുടെ പ്രസൻസ് ഒരു പരിധിവരെ സഹായിക്കുന്നത്. കാരണം ഇതൊരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് ആണല്ലോ കൗൺസിലറും കൗൺസിലിംഗ് തമ്മിലുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിൽ അവർ കൂടുതൽ സുരക്ഷിതത്വം അനുഭവിക്കും. ആ സുരക്ഷിതത്വത്തിൽ അവർക്ക് ഈ കാര്യങ്ങൾ ക്രമേണ അവരുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. അതിന് നിങ്ങളുടെ ഒരു ഗൈഡൻസ് ആണ് അവിടെ ആവശ്യമായി. യെസ്, ചോദിച്ചാട്ടെ. വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നതല്ല, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ പല കാര്യങ്ങളും പുറത്തേക്ക് അവർ പറയുവാനായിട്ട് ധൈര്യപ്പെടുകയുള്ളൂ. അതെ, വളരെ ശരിയാണ്. അതുകൊണ്ടാണ് ഇതിന് തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് കൗൺസിലറും കൗൺസിലിംഗ് തമ്മിലുള്ള ഒരു ബന്ധം ഒരു പ്രത്യേക ബന്ധമാണ്. ആ ബന്ധത്തിൽ ഈ കോൺഫിഡൻസ് കൗൺസിലിംഗ് ഉണ്ടാകും. ചോദിച്ചാട്ടെ. ഒരു കേസിൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വേർപാട് പലതരത്തിലുള്ള ഇതുപോലുള്ള പ്രയാസങ്ങളുണ്ടാക്കി. ഭർത്താവിൻ്റെ കഴിക്കുന്ന ഭക്ഷണം വീട്ടിലുണ്ടാക്കത്തില്ല, സാന്നിധ്യങ്ങളുള്ളതെല്ലാം ഒഴിവാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അവർ ചിന്തിച്ചത്, ഞാൻ എൻ്റെ ഭർത്താവിനെ ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ ചിന്തിക്കാതിരുന്നാൽ അതൊരു വലിയ തെറ്റാണല്ലോ എന്നോർത്തുകൊണ്ടും ഇത് തുടരുന്നതായിട്ട് പറയുകയുണ്ടായി. അതായത് ചിന്തകൾ കൊണ്ടുവരേണ്ടത് ഒരു തെറാപ്യൂട്ടിക് അറ്റ്മോസ്ഫിയറിലാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അവിടെയാണ് ഒരു കൗൺസിലറുടെ സഹായം ആവശ്യമായിരിക്കുന്നത്. ആരോഗ്യപരമായ രീതിയിൽ ഈ ഓർമ്മയെ വീണ്ടും അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സഹായിക്കുക. ഇത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? ഇതുവരെ ഇവർക്ക് ഈ ഒരൊറ്റ ഓർമ്മ മാത്രമേ ഇവരുടെ മനസ്സിലുള്ളൂ. അതിനെയാണ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് റിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് വൺ ഓഫ് ദി മെമ്മറീസ്, നോട്ട് ദ മെമ്മറി ബട്ട് വൺ ഓഫ് ദ മെമ്മറീസ്. പല ഓർമ്മകളുടെ കൂട്ടത്തിൽ ഓരോ ഓർമ്മയായിട്ട് ഇതിനെ മാറ്റുക. അതാണ് കൗൺസിലിംഗ് തെറാപ്പിയിലൂടെ ഇവരെ സഹായിക്കുന്നത്. അതിനുവേണ്ടി അവരുടെ ഇമോഷണൽ ഏരിയയെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബോട്ടിൽഡ് അപ്പ് ഫീലിംഗ് ഒക്കെ വെളിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫിയറിനെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഇമോഷനെയും ഫിയറിനെയും ഒക്കെ അഡ്രസ്സ് ചെയ്ത് ഇവരുടെ ഓർമ്മയിലേക്ക് വീണ്ടും ഈ അനുഭവത്തെ കൊണ്ടുവന്ന് ആരോഗ്യപരമായ രീതിയിൽ അതിനെ ഫേസ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിനെ അവർ ഡീൽ ചെയ്തു എന്നുള്ളതാണ്.
എന്നാൽ ഈ കൗൺസിലിംഗ് മാത്രമല്ല, ചില കേസുകളിൽ ഈ കൗൺസിലിംഗ് ഫലപ്രദമാകത്തില്ല. അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് ഡോക്ടറെ ഇതിന് ഏതെങ്കിലും രീതിയിലുള്ള മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമായിട്ട് വരുമോ ഒന്ന് പറഞ്ഞാട്ടെ. സാധാരണ കാണുന്നത് ഈ ആങ്സൈറ്റി കൂടി ഒരു പാനിക് സ്റ്റേറ്റിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജിൽ ഈ കൗൺസിലിങ്ങിനൊന്നും ഈ വ്യക്തി വിധേയനാകാൻ സാധ്യതയില്ല. ആ സമയത്ത് ഈ അക്യൂട്ട് ആങ്സൈറ്റി പാനിക് സ്റ്റേറ്റ് എന്നുള്ളത് കുറയണം. അതിന് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. എന്നാൽ മാത്രമേ ബാക്കിയുള്ള പിന്നീട് വരുന്ന സൈക്കോതെറാപ്പിയോ കൗൺസിലിങ്ങിനോ ഇത് ഈ അപ്പോൾ ഇതിന് പല സാഹചര്യങ്ങളിലും മരുന്ന് ചികിത്സ ആവശ്യമായിട്ട് വരാം. അത്യാവശ്യമാണ്. ഡോക്ടറെ, ഇതിന് ഏതെങ്കിലും രീതിയിലുള്ള സൈക്കോതെറാപ്പികൾ സഹായകരമായിട്ട് മാറുമോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാട്ടെ. നമ്മൾ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ മരുന്ന് അല്ലാതെയുള്ള ചികിത്സയിലോട്ട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലോട്ട് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും അതുകൊണ്ട് നമുക്ക് പരിഹാരം കാണിക്കാൻ പറ്റും. ഇതൊരു ഡോക്ടർ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രീം പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ മരുന്നുകൾ മാത്രമേ പറ്റൂ. എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ കൗൺസിലറും സൈക്കോതെറാപ്പി എന്നൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെയൊക്കെ എല്ലാ കൾച്ചറുകളിലും ഇതിനൊക്കെ ഒരു ഇൻബിൽറ്റ് മെക്കാനിസം ഉണ്ടാക്കി. ഇപ്പോൾ ഞാൻ പറയുന്ന മരിച്ചു പോയ ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന നടത്തുന്നതും കൂടെ ഇരിക്കുന്നതും അവരുടെ കൂടെ രാത്രി ഇതെല്ലാം കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ആ കുടുംബത്തിനെ സ്ട്രെസ്സിൽ കൂടെ നമ്മൾ കൊണ്ടുപോയി ഒരു ഹെൽപ്പ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഗ്രീഫ് ലെറ്റിംഗ് തെറാപ്പിയുടെ ഭാഗമാണത്. കൾച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മാർഗമാണ്. എനിക്ക് നമ്മുടെ കൾച്ചറിൽ തന്നെ ഇതിന് ചില തെറാപ്പി പാർട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചില സൈക്കോതെറാപ്പി ടെക്നിക്കുകളും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മൾ കണ്ട ഒരു സംഗതി, ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ നമ്മൾ ഡീൽ ചെയ്യുന്ന അവസരത്തിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം, ഏതൊക്കെ രീതിയിൽ ആളിനെ ബാധിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം, അതിന് തക്ക രീതിയിലുള്ള ചികിത്സകളാണ് കൊടുക്കേണ്ടത്. ചില കേസിൽ കൗൺസിലിംഗ് കൊണ്ട് ഇത് സഹായിക്കാൻ സാധിച്ചു എന്ന് വരാം. മറ്റു ചില കേസിൽ ഇതിന് സൈക്കോതെറാപ്പി ആവശ്യമായിട്ട് വരാം. എന്നാൽ എക്സ്ട്രീം കേസിൽ ഇതിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരാം. ഇതിലൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഒരു സ്പിരിച്വൽ റിസോഴ്സ്, അത് നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണല്ലോ. സ്പിരിച്വൽ റിസോഴ്സ് തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അതും ഇതിൻ്റെ തെറാപ്പിയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതത്രേ. ഏത് പ്രശ്നമുണ്ടായാലും ആ പ്രശ്നത്തെ നേരിടുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കെൽപ്പ് നൽകിയിട്ടുണ്ട്. ആ കെൽപ്പ് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ ആ കെൽപ്പ് വീണ്ടും തിരിച്ചു തരുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. അപ്പോൾ ദൈവത്തിലുള്ള വലിയൊരാശ്രയം തീർച്ചയായിട്ടും നമ്മളെ ഇതുപോലെയുള്ള സാഹചര്യങ്ങളെ നേരിടുവാൻ സഹായിക്കും. അതോടൊപ്പം ഇവിടെ പറഞ്ഞതായിട്ടുള്ള മറ്റ് സഹായങ്ങൾ വേറിട്ടോ അല്ലെങ്കിൽ ഒന്നിച്ചോ നമ്മൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാകുമ്പോൾ അതോടുകൂടി എല്ലാം തകർന്നു എന്ന് നമ്മൾ വിചാരിക്കരുത്. അതിനപ്പുറമായിട്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഇതിൽ ചർച്ച ചെയ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ബി പോസിറ്റീവ്, ഷാലോം TV, പെരുവണ്ണാമൂഴി, കോഴിക്കോട്. ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നതുവരെയും എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. Be positive.